ഇനി ആദ്യത്തെ തഹിയ്യാത്ത് ഒരാൾ മറന്നാലോ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തെ അത് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാ ബിഹിം ദുഹറ വഖാമ ഫി റകഅതൈനി ലൂലയൈനി ലം യജ്ലിസ്. നബി ഒരിക്കൽ സഹാബത്തിനെയും കൊണ്ട് ദുഹർ നിസ്കരിക്കുകയാണ്. രണ്ടാമത്തെ റകഅത്തിൽ നബി ലം യജ്ലിസ് ഇരുന്നില്ല. മൂന്നാമത്തെ റകഅത്തിൽ എഴുന്നേൽക്കുന്നതാണ്. ആദ്യത്തെ തഹിയ്യാത്തിന് ഇരുന്നില്ല. ഫഖാമ അന്നാസു മഅഹു, ജനങ്ങളും നബിയോടൊപ്പം സഹാബത്തും എഴുന്നേറ്റു. ഹത്താ ഇദാ ഖലസ്സലാ, നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ വൻതളറന്നാസു, ജനങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് തസ്ലീമഹു, നബി ഇപ്പൊ സലാം വീട്ടുന്നിട്ട് വേണം പോയി പറയാൻ വിചാരിച്ചിട്ട് എല്ലാവരും കാത്തിരുന്നു. ഇപ്പൊ സലാം വീട്ടു, അപ്പൊ എനിക്ക് പോയിട്ട് പറയണം നബി ആദ്യത്തെ മറന്നിട്ടുണ്ട് എന്ന് പോയിട്ട് പറയണം വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ സലാം വീട്ടുന്നതും കാത്തിരിക്കുക. അന്നേരമതാ കബ്ബറ റസൂലുള്ള തക്ബീർ ചൊല്ലുന്നു. വീണ്ടും വഹുവ ജാലിസുൻ, നബി ഇരുന്നു കൊണ്ട് തന്നെ തക്ബീർ ചൊല്ലി. ഫസജദ സജദതൈനി, രണ്ട് സുജൂദ് നിർവഹിക്കുന്നു. ഖബ്ല അൻ യുസല്ലിമ, സലാം വീട്ടുന്നതിന്റെ മുമ്പേ. തഹിയ്യാത്ത് മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞ ശേഷം സലാം വീട്ടാറ് നേരെ രണ്ട് സുജൂദ് ചെയ്തിട്ട് സുമ്മ സല്ലമ, പിന്നെയാണ് സലാം. റവാഹുൽ ബുഖാരി. ഇതാണ് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യാറുള്ളത്. ഇമാം മറന്നാല് രണ്ടാമത്തെ റക്അത്തിൽ മറന്ന് മൂന്നിൽ കണ്ടെത്തി തിരിച്ചു വരുമൊന്നും വേണ്ട. അവസാനം ചെയ്യാ തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞ ശേഷം രണ്ട് സഹവിന്റെ സുജൂദ് ചെയ്യുക. സഹവിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ വിശദീകരണം കുറെ പറയേണ്ട കാര്യമാണ്. അത് നമുക്ക് വേറൊരിക്കലും വിശദീകരിക്കും. സഹവിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്, ശുക്റിന്റെ സുജൂദ്, അങ്ങനെ ഒരുപാട് സുജൂദുകളുണ്ട് ഇസ്ലാമിൽ. അതൊക്കെ പിന്നീട് വിശദീകരിക്കും. അപ്പൊ ഏതായാലും ഇങ്ങനെ ഈ തശഹ്ഹുദ് ആദ്യത്തെ തഹിയ്യാത്ത് മറന്നു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുന്നില്ല. രണ്ട് സഹവിന്റെ സുജൂദ് നിർവഹിച്ചാൽ അത് പരിഹരിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരികയുണ്ടായി.